ഹായ് ഹലോ എവരി വൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വേറൊരു ടൈപ്പ് പാസ്ത, അതായത് സ്പൈറൽ പാസ്ത എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇത് വേറൊരു മെത്തേഡെന്നേ ഉള്ളൂ. വേറൊരു മെത്തേഡിൽ എങ്ങനെയാണ് പാസ്ത പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ട് ഇന്നും പാസ്ത ആയിട്ടാണോ വന്നിരിക്കുന്നത്? അല്ല, നമ്മൾ സാധാരണ ഇതിന് മുമ്പിട്ട വീഡിയോസിലെല്ലാം പാസ്ത സോസിലല്ലേ ഞാൻ പ്രിപ്പയർ ചെയ്തത്. ഇത് വേറെ പാസ്ത സോസ് അല്ലാതെ, റെഡ് കളറും അല്ലാതെ ഒരു സ്ലൈറ്റ് ഗ്രീനിഷ് കളറിൽ എങ്ങനെ വരും എന്ന്, പാസ്ത ഉണ്ടാക്കിയാൽ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. സ്ലൈറ്റ് ഗ്രീൻ കളറായിരിക്കും ആ പാസ്ത. ഗ്രീൻ കളർ ഇഷ്ടമില്ലാത്ത ആരും തന്നെ കാണത്തില്ലല്ലോ. അതിന് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഫൂസിലി പാസ്ത. ഈ ഫൂസിലി പാസ്തയുടേത് ടൈം അവർ പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി 11 minutes ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നോക്കിക്കൊണ്ട് നിങ്ങൾ പാസ്ത ഏത് വാങ്ങിച്ചാലും അതിന് എത്ര സമയം അത് വേവിക്കണമെന്ന് എല്ലാ പാസ്തയുടെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. അത് നോക്കണം കേട്ടോ. ഞാൻ കേരളത്തിൽ വന്നപ്പോഴും ഞാൻ ഈ ഫ്യൂസിലി പാസ്ത കണ്ടായിരുന്നു. പ്രോപ്പർ ഈ മാർക്ക് തന്നെ കണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് സെലക്ട് ചെയ്തത്. ഈ സ്പൈറൽ, ഈ ഷേപ്പ് നല്ലൊരു ഭംഗിയായി ഷേപ്പ് കാണാനായിട്ട് കണ്ടോ, സ്പൈറൽ. അപ്പം ഇന്ന് നമുക്ക് ഇത് വെച്ച് ഈ സ്പൈറൽ പാസ്ത എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ സ്പൈറൽ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 200 grams ഓഫ് സ്പൈറൽ പാസ്ത എടുത്തു. സുക്കീനി എടുത്തു, ഒരു സുക്കീന. അപ്പം ഈ സുക്കിനിക്ക് ഗ്രീൻ കളറാണല്ലോ, ഇതാത് തന്നെയാണ് ആ പാസ്തയ്ക്ക് ഗ്രീൻ കളർ, സ്ലൈറ്റ് ഗ്രീൻ കളർ കൊടുക്കുന്നത്. ഈ സുക്കിനെ ഞാൻ ഒരെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വഴറ്റാൻ വേണ്ടിയിട്ട് ഉള്ളി, ഈ സൈസിലുള്ള ഒരു ഉള്ളി, ആ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പം ഒരു പാൻ വെച്ചു. ആ പാൻ ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന്, ഒത്തിരി നമ്മൾ തോരനൊന്നും ഉണ്ടാക്കുമ്പോൾ പാടുന്ന പോലെ അത്രയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്നായി കഴിയുമ്പോൾ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സുക്കീനി അങ്ങിടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇച്ചിരി ഒന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഇട്ടു. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ടാകട്ടെ. ആ സുക്കീനയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴലട്ടെ. വഴന്ന് കഴിഞ്ഞിട്ട് ഇത് ഓൾമോസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2 minute നേരത്തേക്കിന് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. എന്നാലല്ല സുക്കീനി ഒന്ന് ജസ്റ്റ് ഒന്ന് വേകട്ടെ. നമ്മൾ അടച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 3-4 minute ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം ശരിയായോ എന്ന്. ഇപ്പം പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു സ്വല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് നോക്കി ആഡ് ചെയ്യണേ. കാരണം നമ്മൾ ഇടുന്ന പാസ്തയ്ക്കും ഉപ്പിടുമല്ലോ, അപ്പോൾ അത് കണ്ടേ ഇടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഇതൊന്ന് ഇളക്കിയാണ് ഒന്നുകൂടൊന്ന് ഉപയോഗിച്ചു ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വാടാൻ വയ്ക്കാം. പക്ഷെ എന്നാൽ ആ സുക്കീനയുടെ ആ കളർ അങ്ങ് മാറിപ്പോവുകയും ചെയ്യരുത്. അത് ഓൾമോസ്റ്റ് ഒരു അങ്ങ് വെന്തങ്ങ്, നമ്മൾ ഈ തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങ് വെന്തങ്ങ് പോകരുത്. ജസ്റ്റ് ഒന്ന് പച്ചമയം ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കാം. ഓക്കെ, വെന്തിട്ടുണ്ട് ഇത്. ഇപ്പം ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇതങ്ങ് മാറ്റാം. ഇതവിടെ ഇരിക്കട്ടെ. ഈ പാസ്ത ഉണ്ടാക്കാനായിട്ട് ഇത് വയ്ക്കാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ പാസ്ത വേവിക്കാനായിട്ട്. പാസ്ത വെള്ളം ആദ്യം തിളയ്ക്കണം.
വെച്ചേക്കുന്ന വെള്ളം ഒന്ന് തിളച്ചു. ഇതിലേക്ക് പാസ്ത ഇടാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പാസ്ത ഇട്ട് കഴിഞ്ഞ് പിന്നെ അത് അടച്ച് വെക്കരുത്. കാരണം അത് പുറത്ത് തിളച്ച് തൂക്കാൻ ചാൻസ്. നമ്മൾ കഞ്ഞി വെക്കുന്ന പോലെ തന്നെ കുറച്ച് തിളച്ച് തൂക്കാതിരിക്കാൻ വേണ്ടി. ഇതിന് ഓൾറെഡി 11 to 12 മിനിറ്റ്സാണ് പറഞ്ഞിട്ട് ഞാൻ ടൈമും വെച്ചിട്ടുണ്ട്. ഏകദേശം 12 മിനിറ്റോളം കഴിഞ്ഞു. പാസ്ത എന്തെന്ന് തോന്നുന്നു. പാസ്ത വെന്തു. ഇനി നമുക്ക് ഊറ്റിയെടുക്കാം. പാസ്ത നമ്മൾ വേവിച്ചൂറ്റിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ വെജിറ്റബിൾ പാനിലോട്ടിടുക. ഇപ്പം ഇതിലേക്ക് ഇച്ചിരി ഒലിവ് ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കാം. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്യാം. മതി. പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സ്ലൈറ്റ് ഗ്രീൻ കളറുള്ള പാസ്ത. അപ്പം റെഡ് പാസ്ത കഴിച്ച് പിള്ളേർ മടുക്കുമ്പോൾ ഞാനിങ്ങനെ കളേഴ്സൊക്കെ മാറ്റി വേറെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ കളർ മാറ്റി പാസ്ത റെഡിയാക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ബേസിൽ ലീവ്സ് ഇട്ട് വയ്ക്കാം. എൻ്റെ ഗ്രീൻ കളേർഡ് സുക്കീനി ഇട്ട പാസ്ത റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കാരണം കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. വേറെ ഒന്നും കൊണ്ടല്ല. ഇന്ന് നമ്മൾ റെഡ് സോസ് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ആർക്കാണ് ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിലും അതിൻ്റെ കളർ കാണുമ്പോൾ കഴിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കും. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അത് ഈ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലല്ലോ, ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. ഈ ഗ്രീൻ കളറിലെ പാസ്ത നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യുക. ഇതിന് കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് നന്ദി. ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത ഒരു പുതിയ ഡിഷുമായി വരുന്നത് വരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.